അപ്പോൾ ചങ്ങായിമാരെ ഇന്നത്തെ സ്പെഷ്യൽ ഒരു ഫുൾ ചിക്കന് അടിച്ച് പരത്തി കഴിഞ്ഞ് സ്പെഷ്യൽ മസാലകളൊക്കെ ചേർത്ത് കഴിഞ്ഞ് ഗ്രില്ലടിക്കാൻ പോവാണ്. അപ്പോൾ ഇതെങ്ങനെ പാചകം ചെയ്യണം, എന്തൊക്കെ മസാലകൾ ചേർക്കണം എല്ലാം നമ്മളെ വീഡിയോയിലുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അതെങ്ങനെ പാചകം ചെയ്യുന്നതെന്നുള്ളത് പോയി നോക്കിയാലോ. ചിക്കൻ ഗ്രില്ല് ചെയ്യാനേ ഒരു ഫുൾ ചിക്കന് ഇതാ അതിൻ്റെ സെൻറ്റർ ഭാഗം നട്ടലിൻ്റെ ഭാഗത്തും ഇങ്ങോട്ട് കട്ട് ചെയ്തിട്ട് ഇതാ പുറത്തും കൂടെ എടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതാ ഇതിൻ്റെ കൗത്തിൻ്റെ ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു പോർഷന് ഒഴിവാക്കണം കേട്ടോ. ഇത് നമുക്ക് ആവശ്യമില്ല, ഇത് കട്ട് ചെയ്ത് ഒഴിവാക്കിയല്ല. കൗത്തിൻ്റെ ഭാഗത്തും വെട്ടി ഒഴിവാക്കിയ ചിക്കൻ്റെ പീസ് ഇതേമാതിരിയുള്ളൊരു പലകയെ എന്തായാലും മതിട്ടോ. അതിൻ്റെ മുകളിൽ ഇങ്ങനെ പരത്തിയായിട്ട് വെക്കുക. ഇതേമാതിരിയുള്ള ഇതോ അല്ലെങ്കിൽ എന്തായാലും മതി, അടിച്ച് പരത്താൻ പാകത്തിനുള്ളത്. ഈ കാലിൻ്റെ ഭാഗത്തു മൊത്തതാ അടിച്ച് പരത്തിങ് എടുക്കട്ടോ. നല്ലോണം അടിച്ച് പരത്തി കൊടുക്കട്ടോ. അടിച്ച് പരത്തിയതിന് ശേഷം നമുക്ക് ഇതാ ഓരോ ഭാഗത്തും ഇതാ കത്തി വെച്ചിട്ട് ഒന്ന് വരഞ്ഞെടുക്കട്ടോ. അതായത് നമ്മൾ മിക്സ് ചെയ്യുന്ന മസാല ഈ ചിക്കൻ്റെ മുകളിലേക്ക് നല്ലോണം ഇറങ്ങിക്കൊള്ളൂ. എല്ലാ ഭാഗത്തും ഒന്ന് ജസ്റ്റ് ഒന്ന് വരഞ്ഞെടുക്കുക. അതേ കോലത്തിൽ കംപ്ലീറ്റ് വരഞ്ഞെടുക്കുക. നമുക്ക് ഗ്രില്ലടിക്കാനുള്ള മസാലകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒരു അര സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു അര സ്പൂണ് ചിക്കൻ മസാല, ഒരു അര സ്പൂണ് മല്ലിപ്പൊടി, അര സ്പൂണ് ഗരം മസാല, ഒരു സ്പൂണ് മുളക് പൊടി, ഒരു 3/4 സ്പൂണ് കുരുമുളക് പൊടി, ഒരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ പാകത്തിനുള്ള ഉപ്പ്. ഇതെല്ലാം കൂടെ ചേർത്തതിന് ശേഷം പൂനാരങ്ങയുടെ നീര് ഇതിലേക്കിട്ട് മിക്സാക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 4 പീസ് പൂനാരങ്ങ എടുത്തിക്കണം. പൂനാരങ്ങ നല്ലോണം പിഴിഞ്ഞെടുക്കുക. പൂനാരങ്ങയുടെ നീര് മിക്സാക്കിയതിന് ശേഷമേ ഇത് നല്ലോണം ഒന്ന് ജോയിൻ്റ് ആക്കി കൊടുക്കട്ടെ. കൊച്ചും കഴിഞ്ഞ് കംപ്ലീറ്റ് നമ്മൾ മസാലകൾ കംപ്ലീറ്റ് നല്ലോണം ജോയിൻ്റ് ആക്കി കേട്ടോ. ഈ ഒരു പരുവത്തിൽ ലൂസാക്കി എടുത്താൽ മതി, ഓവർ ലൂസായി പോകരുത് കേട്ടോ. ഈ ഒരു പരുവത്തിൽ ലൂസാക്കി എടുക്കുക. ഇനി നമുക്ക് ചിക്കൻ്റെ മുകളിലേക്ക് തേച്ച് പിടിപ്പിക്കുക. ചിക്കൻ്റെ മുകളിലേക്ക് എല്ലാ ഭാഗത്തേക്കും നമ്മൾ വരഞ്ഞിട്ട ഭാഗമുണ്ട് അതിനുള്ളിലൊക്കെ നല്ലോണം മസാല ഇറക്കി വെച്ചെടുക്കുക കേട്ടോ. അതുപോലെ അടിഭാഗത്തും ഇട്ടോ, 2 ഭാഗത്തും നമ്മൾ മിക്സാക്കി വെച്ച മസാല നല്ല തേച്ച് പിടിപ്പിക്കുക. മസാല കംപ്ലീറ്റ് നമ്മൾ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടാ ഇതേമാതിരി ഇങ്ങോട്ട് തേച്ചും കൊണ്ട് പിടിപ്പിക്കുക എല്ലാ ഭാഗത്തേക്കും. ഇനി നമുക്ക് 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അപ്പോൾ 1 മണിക്കൂർ ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യണം. ഇതിന് ശേഷമാണ് നമ്മൾ ഗ്രില്ലടിക്കുക. ഇനി 1 മണിക്കൂർ റെസ്റ്റ് നിൽക്കട്ടെ. അപ്പോൾ നമ്മൾ 1 മണിക്കൂർ ചിക്കൻ്റെ മുകളിൽ മസാല ഒക്കെ തേച്ച് പിടിപ്പിച്ചിങ്ങനെ കിട്ടും. ഇനി നമുക്കിത് ഗ്രില്ലുമ്മലേക്ക് കയറ്റി വെക്കുക. ഗ്രില്ലിൻ്റെ മുകളിലേക്ക് ഇതാ ഇങ്ങനെ അങ്ങോട്ട് ഫിക്സ് ചെയ്ത് വെക്കുക. കണൽമേലേക്ക് കയറ്റി വെക്കുക. അപ്പോൾ കണലുണ്ടാക്കിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ഓളോ ബ്രിക്ക് ഇങ്ങനെ വെച്ചിട്ട് അതിൽ ചിരട്ടയും അതുപോലെ തന്നെ കുറച്ച് വിറകിൻ്റെ പീസ് ഇട്ട് കഴിഞ്ഞ് കണലാക്കിയതാണ് കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് കത്തി കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഇത് ഗ്രില്ലുമേലെ കയറ്റേണ്ടി, ഈ മേലെ കയറ്റുക, കണൽമേലെ കയറ്റേണ്ടി കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് ഈ ചിരട്ട എല്ലാ ഭാഗത്തേക്കും പരത്തിയായിട്ട് വെച്ചെടുക്കുക. എന്നിട്ടാ ഇതേ വിധത്തിലായിട്ട് വെച്ചെടുക്കുക. അപ്പോൾ ഗ്രില്ലുമേ കയറ്റിയതിന് ശേഷം ഒരു 5 മിനിറ്റ് ഒരു ഭാഗവും 5 മിനിറ്റ് 2 ഭാഗവും 5 മിനിറ്റ് വേവിച്ച് കിട്ടും. ഇതിപ്പോൾ ഏകദേശം നല്ലോണം വെന്തിക്കണ്. ഇനി നമുക്ക് ഇറക്കി വെക്കുക.
ആ അതാ കംപ്ലീറ്റ് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചേക്കണ്. ഇനി ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്നുള്ളത് നോക്കട്ടെ കേട്ടോ. കംപ്ലീറ്റ് ഇതാ ഉള്ളി അരിഞ്ഞ് വെച്ചിക്കണ്, അതുപോലെ പൂനാരങ്ങ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പൂനാരങ്ങ എടുക്കുക, ഇതിൻ്റെ മുകളിലേക്ക് ഇതാ അണ്ണനാട് ഞെക്കി കഴിഞ്ഞ് അത് പിഴിഞ്ഞെടുക്കുക. 2 പൂനാരങ്ങ എടുത്തോളൂ. പൂനാരങ്ങ പിഴിയുന്നവരാണ് ഇതിൻ്റെ കറക്റ്റ് ആ ടേസ്റ്റ് കൊണ്ട് വരും കേട്ടോ. പൂനാരങ്ങ എന്തായാലും പിയ്യ. ഇതാ പൂനാരങ്ങൊക്കെ പിഴി സെറ്റാക്കിയാണ് ഇതിൻ്റെ അകത്ത് ഇതാ. എന്താ ചൂടുണ്ട് കേട്ടോ. ഇതാ എല്ലാം വേവുകയും ചെയ്തിരിക്കണം. ഇതാ പീസ കണ്ടിട്ട് ഞങ്ങൾ സംഭവം വേറെ ലെവലാണ് മക്കള്. ആ നാരങ്ങൻ്റെ നീരും വരുന്നവരാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് വരിക. ഇനി ശരിക്കും പൊറോട്ട വേണം. പൊറോട്ടയും ബീഫിൻ്റെ സാലിനെയും അത് ഉണ്ടെങ്കിൽ ഒന്നും കൂടെ റാത്തായി. ആ പീസും കൂടെ പോരുക വെന്തിട്ടേ. ആ ചൂടിട്ടോ. ഇത് തിന്നുക, എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ ഉള്ളിൻ്റെ പീസ് എടുക്കുക. ഇതാ വേറെ ലെവൽ സാധനം കിട്ടും. ഇതുപോലുള്ള റെസിപ്പികളൊക്കെ നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.